ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കുറച്ച് മലയാള സിനിമകളുടെ അപ്ഡേറ്റുകൾ, 5 മലയാള സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നെങ്കിലും തിയേറ്ററിൽ വിജയിക്കാതെ പോയൊരു സിനിമയാണ്, പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂലൈ മാസം 8-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്തുള്ള അപ്ഡേറ്റ് ആണ് അവർ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. അടുത്തത് ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ. ഒരു ഡ്രാമ ഇമോഷണൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് സോണി ലീവ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അവർ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ട് കഴിഞ്ഞു. ജൂലൈ മാസം 11-ാം തീയതി ഈ സിനിമ സോണി ലീവ് വഴി റിലീസ് ചെയ്യുന്നതായിരിക്കും. ഒരു ദിവസം മുമ്പേ തന്നെ വരും. ജൂലൈ മാസം 10-ാം തീയതി വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ സിനിമ സോണി ലീവിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ ഇന്ദ്രജിത്തും അനശ്വരരാജനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറയുന്ന സിനിമ. അനശ്വരരാജൻ ഈ സിനിമയുടെ പ്രൊമോഷൻ വർക്കിനൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിവാദമൊക്കെ ആയിപ്പോയ ഒരു സിനിമ കൂടിയായിരുന്നു. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും മറ്റു കാര്യങ്ങളൊക്കെ മനോരമ മാക്സിൽ കുറച്ച് ദിവസം മുമ്പേ തന്നെ വന്നിരുന്നു. ഇപ്പോൾ ആ ഒരു ഒഫീഷ്യൽ ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ജൂലൈ മാസം 11-ാം തീയതി ഈ ഒരു സിനിമ മനോരമ മാക്സിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ ലുക്മാനൊക്കെ അഭിനയിച്ചിരുന്ന ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നും കമ്മിങ് സൂൺ പോസ്റ്റർ കുറച്ച് ദിവസം മുമ്പേ തന്നെ ഈ സിനിമയുടെ വന്നിരുന്നു. എന്തായാലും ഈ സിനിമയുടെ റിലീസ് അടുത്ത ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു കമ്മിങ് സൂൺ പോസ്റ്റർ ആയിരുന്നു നടികർ എന്ന് പറഞ്ഞ സിനിമ. കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു ഇതെന്നാണ് റിലീസ് ചെയ്യുക, ഏത് OTT പ്ലാറ്റ്ഫോമാണെന്നുള്ളത്. ഇപ്പോൾ അവർ കൺഫേം ചെയ്തിരിക്കുകയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. നടികർ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുന്നത്. ടൊവിനോ തോമസും ഭാവനയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു നടികർ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നും. എന്തായാലും ഈ മാസം തന്നെ നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. തിയേറ്ററിൽ ഒരു ബോംബായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 5 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. മൂൺ വാക്ക്, നരിവേട്ട, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ, കുണ്ടന്നൂരിലെ കുൽസിത ലഹള, നടികർ, ഈ 5 സിനിമകളുടെയും ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. അപ്പം ഈ 5 സിനിമകളിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.